രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കൂൺ ബെഡിൽ 3 ദിവസം കഴിഞ്ഞ കൂണുകളാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വിളവ് ഞാൻ എടുക്കാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജിനാസ് ചെന്നൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൂൺ കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം. കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവനിൽ നിന്ന് ഇതുപോലെ വിത്തുകളൊക്കെ നിറച്ച 4 ബെഡുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കൂൺ കൃഷി ചെയ്യുന്നതിനായി മുകളിലൊരു റൂം ഇതുപോലെ ഒഴിഞ്ഞതുണ്ടായിരുന്നു. അത് ഞാൻ എയർ ഹോളൊക്കെ അടച്ച് ജനലുകളൊക്കെ അടച്ച് അത് ഞാൻ ഡെറ്റോളൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് കൃഷിക്കായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല വെളിച്ചത്തിലാണെങ്കിലും ഇതിൻ്റെ വാതിൽ കൂടി അടയ്ക്കുമ്പോൾ നല്ല ഇരുട്ട് റൂമായി കിട്ടിക്കോളും. ഇതിപ്പോൾ ഞാൻ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാതിലൊന്ന് അടച്ചപ്പോൾ നല്ല ഇരുട്ട് റൂമായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള റൂമിൽ വേണം കൂൺ കൃഷി ചെയ്യുവാൻ. ഒരു 15 ദിവസമായി കൂണുകളൊക്കെ വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇത് നല്ല വായു കടക്കത്തക്ക വിധം വേണം വയ്ക്കുവാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഒരു ബെഡിൽ എനിക്ക് ചെറുതായിട്ട് ഇതുപോലെ കൂണുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ബെഡുകളെല്ലാം പല സമയത്ത് സ്റ്റെപ്പുകളായിട്ടാണ് നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് വിടർന്ന് കിട്ടുകയില്ല. ഇപ്പോൾ കൂൺ വന്ന് തുടങ്ങിയിരിക്കുന്ന ബെഡ് 10 ദിവസം മുന്നേ നിറച്ച ബെഡുകളാണ് കൂൺ വന്ന് തുടങ്ങിയിരിക്കുന്നത്. ഈ ബെഡ് ഇപ്പോൾ കൂൺ വന്ന് 2ാമത്തെ ദിവസമാണ് ഇതുപോലെ ആയി നിൽക്കുന്നത്. നിറയെ കൂണുകളായിട്ടുണ്ട്. എനിക്ക് കൂൺ ബെഡ് കിട്ടി ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ബെഡിലായിട്ട് ഇതുപോലെ നിറയെ കൂണുകളൊക്കെ ആയിരിക്കുന്നത്. ബാക്കിയുള്ള ബെഡുകളൊക്കെ വരുന്നതിന് തലേദിവസവും അതിനു മുമ്പുള്ള ദിവസങ്ങളിലുമായിട്ടൊക്കെയാണ് നിറച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ബെഡുകളിലായിട്ടൊക്കെ കൂണുകൾ വരുന്നതിന് കുറച്ചുകൂടിയൊക്കെ വൈകും. അതുപോലെ തന്നെ എല്ലാ ബെഡും നമുക്ക് കൂണായി കിട്ടുമോ എന്നും അറിയുകയുമില്ല. ഈ കൂൺ ബെഡുകളിലായിട്ടൊക്കെ ഞാൻ ഒരു നേരം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഴയുള്ളത് കൊണ്ടാണ് ഒരു നേരം ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 നേരം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ദിവസമായ കൂണുകളാണ് ഈ ഒരു പാകത്തിന് റെഡിയായി നിൽക്കുന്നത്. കൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പോഷകസമൃദ്ധമായ ആഹാരം, മാംസ്യം, അമിനോ അമ്ലങ്ങൾ, ജീവകങ്ങൾ, ധാതുലവണങ്ങൾ, നാരുകൾ തുടങ്ങിയ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക്, ഗർഭിണികൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. പ്രമേഹം, അർബുദം, ഹൃദ്രോഗം ഇതൊക്കെ ഉള്ളവർക്ക് കൂൺ കഴിക്കുന്നത് അത്യുത്തമമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കൂൺ ബെഡിൽ 3 ദിവസം കഴിഞ്ഞ കൂണുകളാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വിളവ് ഞാൻ എടുക്കാൻ പോവുകയാണ്. ഈ ഒരു ബെഡിൽ നിന്ന് വിളവെടുക്കാനായപ്പോൾ ഇപ്പുറത്തെ ബെഡിലും ചെറിയ വിധത്തിൽ കൂണുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് ഒരാൾക്ക് 8 ബെഡുകൾ വീതമായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ബെഡുകൾ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തർക്ക് 4 ബെഡുകൾ വീതമാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള ബെഡ് ഇതിന് പിറകെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂണുകളൊക്കെ വന്ന് ഒരു 3 ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ വിളവെടുക്കണമെന്നാണ്, ഇല്ലെങ്കിൽ കൂണുകളൊക്കെ നശിച്ചു പോകും. ഞാൻ നേരത്തെ കൂൺ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വൈക്കോലിലും ചകിരിച്ചോറിലുമായിട്ടാണ് ചെയ്ത് നോക്കിയത്. 2ലും നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ബെഡുകളൊക്കെ നമുക്ക് റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഡെറ്റോളൊക്കെ ഒഴിച്ച് റൂമൊക്കെ ഒന്ന് അണുവിമുക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കൂൺ ബെഡുകളൊക്കെ റെഡിയാക്കി കൃഷിഭവനിൽ എത്തിച്ചിരിക്കുന്നത് സൂര്യ അഗ്രോടെക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. കൂൺ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടുന്ന പരിശീലനമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കൂൺ കൃഷി ചെയ്യുന്നവർക്ക് അവരുമായി കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വേണ്ടുന്ന പരിശീലനവും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് കിട്ടും. കൂടുതലായിട്ടൊക്കെ കൂൺ കൃഷി ചെയ്യുമ്പോൾ നമുക്കെല്ലാം തിളപ്പിച്ചൊക്കെ അണുനശീകരണം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് രാസവസ്തുക്കൾ ഉപയോഗിച്ചും അണുനശീകരണം ചെയ്യാം. ഫോർമാലിൻ, ബാവസ്റ്റിൻ ഇതൊക്കെ 100 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിലും 60 മില്ലി ലിറ്റർ എന്ന തോതിലും ലയിപ്പിച്ചതിന് ശേഷം
വൈക്കോൽ ഒരു 12 മുതൽ 16 മണിക്കൂർ വരെ കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം വൈക്കോൽ ഡെറ്റോൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കി നമുക്ക് കൃഷിക്കായി ഉപയോഗിക്കാം. അപ്പോൾ ഇത്രത്തോളം കൂണുകളാണ് ഞാൻ വിളവെടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കൂണൊക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.